ഭാവുകത്വവുമാണ്. സാങ്കേതിക രീതി എന്ന നിലയിൽ റിയലിസം വസ്തു യാഥാർത്ഥ്യങ്ങളെ അതേപടി പകർത്തി കാണിക്കലാണ്. ഫോട്ടോഗ്രാഫിക് റിയലിസമാണ് അതിൻ്റെ മാക്സിമം. പക്ഷേ ഭാവുകത്വം, സെൻസിബിലിറ്റി എന്ന നിലയിൽ റിയലിസം വേറൊരു കാര്യമാണ്. അത് കേസരി പറയുന്നത് സമുദായത്തിൻ്റെ ജീർണത മൂലം വ്യക്തികളുടെ ജീവിതം നിരന്തരം പരാജയമടയുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ സമുദായ ജീർണതയെ തുറന്നു കാണിക്കലാണ് റിയലിസം. അതായത് സ്റ്റെൻഡാളിൻ്റെയും ബെൽസാക്കിൻ്റെയും മൊപ്പസാങ്ങിൻ്റെയും ഒക്കെ കൃതികളിൽ കാണുന്ന റിയലിസം അത് വസ്തു യാഥാർത്ഥ്യത്തെ അതേപടി പകർത്തി കാണിക്കുന്ന ഒരു സാങ്കേതിക രീതിയല്ല, മറിച്ച് സാമൂഹ്യ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു സവിശേഷ വീക്ഷണമാണ്. പരാജയമടയുന്ന വ്യക്തി ജീവിതങ്ങൾ, ആ പരാജയമടയുന്ന വ്യക്തി ജീവിതത്തിൻ്റെ അടിസ്ഥാന കാരണം വാസ്തവത്തിൽ സാമുദായികമായ ജീർണതയാണ്. അതുകൊണ്ട് സാമുദായിക ജീർണതകളിൽ പെട്ട് പരാജയമടയുന്ന മനുഷ്യരുടെ ജീവിത യാതനകളെ പ്രകാശിപ്പിക്കുകയും അതിനെ ആവിഷ്കരിക്കാനായിട്ട് റിയലിസ്റ്റ് സങ്കേതം വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. കേസരി പറഞ്ഞ ഒരു കാര്യം, റിയലിസ്റ്റ് ഭാവുകത്വത്തിന് റിയലിസ്റ്റ് സാങ്കേതിക രീതി തന്നെ വേണമെന്നില്ല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് റിയലിസ്റ്റ് ഭാവുകത്വത്തെ പ്രകാശിപ്പിക്കാനായിട്ട് റൊമാൻറ്റിക് സാങ്കേതിക രീതിയോ അല്ലെങ്കിൽ ഫാൻറ്റാസ്റ്റിക്കായ സാങ്കേതിക രീതിയോ ഇംപ്രഷനിസ്റ്റിക്കായ സാങ്കേതിക രീതിയോ ഉപയോഗിക്കാം. ടെക്നിക്കിനെയും സെൻസിബിലിറ്റിയെയും കൂട്ടിക്കുഴയ്ക്കരുത്. ടെക്നിക്ക് എന്ന് പറയുന്നത് ആവിഷ്കാര തന്ത്രമാണ്, അനുഭൂതി എന്ന് പറയുന്നത് ഒരു ചരിത്രഘട്ടം ജന്മം നൽകിയ സവിശേഷമായ ഒരു ഭാവുകത്വമാണ്. മലയാളത്തിൽ പലപ്പോഴും റിയലിസം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടതിൽ വലിയൊരു പങ്ക് വാസ്തവത്തിൽ റൊമാൻറ്റിക് സെൻസിബിലിറ്റിയും റിയലിസ്റ്റ് ടെക്നിക്കുമാണ്. ഇപ്പോൾ നമ്മൾ ഓടയിൽ നിന്ന് നോക്കിയാൽ പപ്പു എന്ന് പറയുന്ന കഥാപാത്രം വാസ്തവത്തിൽ റൊമാൻറ്റിസിസത്തിൻ്റെ മൂശയിൽ പണിതെടുത്ത ഒരാളാണ്. റൊമാൻറ്റിസിസത്തിൻ്റെ മൂശയിൽ പണിതെടുക്കപ്പെട്ട ആദർശാത്മകമായ ഒരു പ്രതിരോധത്തിൻ്റെ വീരനായകത്വത്തിൻ്റെ മാതൃകയാണ് വാസ്തവത്തിൽ പപ്പുവിനുള്ളത്. അതൊരു റിയലിസ്റ്റ് ഹീറോയല്ല, അതൊരു റൊമാൻറ്റിക് ഹീറോയാണ്. ഈ റൊമാൻറ്റിക് ഹീറോയിനെ അവതരിപ്പിക്കുന്ന നോവലിൻ്റെ സാങ്കേതികത പക്ഷേ റിയലിസത്തിൻ്റെതാണ്. അതുകൊണ്ട് ഈ ഓടയിൽ നിന്നെന്ന് പറയുന്നത് കേസരിയുടെ ഭാഷയിൽ നോക്കിയാൽ ഒരു റിയലിസ്റ്റ് നോവൽ എന്നതിനേക്കാൾ റിയലിസ്റ്റ് സാങ്കേതികതയുള്ള ഒരു റൊമാൻറ്റിക് നോവലാണ്. കേസരി ഭാവുകത്വത്തെ കേന്ദ്രത്തിൽ വെച്ചു. രൂപസംവിധാനങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറലിസ്റ്റ് ആകണമെന്നോ അല്ലെങ്കിൽ റിയലിസ്റ്റ് ആകണമെന്നോ അദ്ദേഹം നിർബന്ധം ചെലുത്തിയതുമില്ല. അതുകൊണ്ട് പരാജയമടയുന്ന വ്യക്തിജീവിതങ്ങൾ, ആ വ്യക്തിജീവിതത്തിൻ്റെ പരാജയങ്ങൾക്ക് കാരണമായ സമുദായ ജീർണത, ഇത് രണ്ടും അതിരൂക്ഷമായി പ്രകാശിപ്പിക്കലാണ് റിയലിസ്റ്റ് കലയുടെ ദൗത്യം. അതുകൊണ്ട് അദ്ദേഹം റിയലിസത്തെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചു. റൊമാൻറ്റിക്കുകൾ എന്ത് ചെയ്യുന്നു? ലോകയാഥാർത്ഥ്യത്തിൽ നിന്ന് തങ്ങളുടെ മാനസികമായ അനുഭൂതി സഞ്ചയങ്ങളാക്കി മാറ്റുകയും ഈ മാനസികമായ അനുഭൂതി സഞ്ചയത്തെ കവിതയായി കലയായി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ലോകത്തെ അവർ കാണുന്നത് ലോകയാഥാർത്ഥ്യമായിട്ടല്ല, തങ്ങളുടെ മാനസിക അനുഭൂതിയായിട്ടാണ്. ആരോ പറഞ്ഞതുപോലെ ചങ്ങമ്പുഴ വൈകുന്നേരം നടക്കാനിറങ്ങുകയും വഴിവക്കിൽ ഒരു പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടി തന്നെ നോക്കി പുഞ്ചിരിച്ചതായിട്ട് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം അങ്ങനെ നിരന്തരം തെറ്റിദ്ധരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെ തെറ്റിദ്ധരിക്കുകയും ആ പുഞ്ചിരിക്കുന്ന പെൺകുട്ടിയെക്കുറിച്ച് ഓർത്ത് ഉറങ്ങാൻ കിടക്കുകയും അദ്ദേഹം ഉറങ്ങിപ്പോവുകയും പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് ഇന്നലെ രാത്രിയിൽ ഞാനൊരു പൂവിൻ്റെ മന്ദസ്മിതത്തിൽ കിടന്നുറങ്ങി എന്ന് എഴുതുകയും ചെയ്യുമ്പോൾ ഒരു റൊമാൻറ്റിക് ഇമാജിനേഷൻ പൂർത്തിയാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് റൊമാൻറ്റിക് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഈ ഉള്ളിലേക്കുള്ള പോക്കാണ്, തന്നിലേക്ക് തന്നെയുള്ള പോക്കാണ്. യാഥാർത്ഥ്യത്തെ തൻ്റെ ഉള്ളിലേക്ക് മാറ്റല, അതിനെ പ്രകാശിപ്പിക്കല. അതുകൊണ്ട് മനം നോക്കിയ ലോകത്തെ നോക്കുകയല്ല. എഴുത്തച്ഛനെ നമ്പ്യാരെയും ചേർത്ത് വെച്ച് കേസരി 2 പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. എഴുത്തച്ഛൻ്റേത് തേവർ വാഴ്ത്തി പ്രസ്ഥാനമാണ്, നമ്പ്യാരുടേത് തേവർ വീഴ്ത്തി പ്രസ്ഥാനമാണ്. ഒരുപക്ഷെ നമ്പ്യാരും എഴുത്തച്ഛനും തമ്മിലുള്ള താരതമ്യത്തിൽ ഇത്ര കണിശത വേറെ ഏതെങ്കിലും ഒരു വിശേഷണത്തിന് ഉണ്ടാവില്ല. തേവർ വാഴ്ത്തി പ്രസ്ഥാനവും തേവർ വീഴ്ത്തി പ്രസ്ഥാനവുമാണ്. എഴുത്തച്ഛനും നമ്പ്യാരും കൈകാര്യം ചെയ്തത് ഒരേ പ്രമേയമാണ്, പുരാണലോകം, പുരാണ കഥകൾ, സന്ദർഭങ്ങൾ. അതിൽ പക്ഷേ എഴുത്തച്ഛനുണ്ടാക്കിയെടുത്ത ഒരു ഐതിഹ്യാത്മക ലോകത്തെ, അതിനെതിരെ ആ ഐതിഹ്യാത്മകതയെ നിത്യജീവിതത്തിൻ്റെ അതിസാധാരണതയിലേക്ക് വലിച്ചു താഴ്ത്തി അതിനെ നിലംപരിശാക്കിയ ഒരാളായിരുന്നു
നമ്പ്യാർ. വാസ്തവത്തിൽ നമ്പ്യാർ മലയാള കവിതയിലെ ഒരു അത്ഭുത സാന്നിധ്യമാണ്. അത് തിരിച്ചറിഞ്ഞ ഒരാൾ കേസരിയാണ്. മലയാളിക്ക് യഥാർത്ഥത്തിൽ രണ്ട് ജനകീയ കവികളെ ഉള്ളൂ എന്നും അതൊന്ന് നമ്പ്യാരും രണ്ടാമത്തേത് ചങ്ങമ്പുഴയുമാണ് എന്ന് കേസരി എഴുതുന്നുണ്ട്. ആ ജനകീയതയുടെ കാരണം അദ്ദേഹം കണ്ടെത്തുന്നത് കവിതയിൽ മാത്രമല്ല, മലയാളിയുടെ മനോഭാവത്തിൻ്റെ സവിശേഷ പ്രകാരത്തിലും അദ്ദേഹം അതിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നാലെ ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കേസരിയുടെ ഈ പ്രസ്ഥാനവൽക്കരണം, പല പ്രസ്ഥാനങ്ങളിലേക്ക് കവിതകളെ ചേർത്ത് വയ്ക്കുക, അവ തമ്മിലുള്ള അനുപാതമൊക്കെ പറയും. ഇപ്പം ചില കവിതകളെക്കുറിച്ച് എഴുതുന്ന സമയത്ത് ഇതിൽ 64% സിംബലിസവും 22% ഇമേജിസവും അവശേഷിക്കുന്നത് റിയലിസവുമാണ് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ കവിതാ നിരൂപണത്തിലൊന്നും പ്രയോഗിച്ചുകൂടാത്തൊരു തന്ത്രമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞത് കവിത വായിക്കാൻ അറിഞ്ഞുകൂടാത്ത, സാഹിത്യം വായിച്ചാൽ മനസ്സിലാവാത്ത ഒരു ഉണക്ക ശാസ്ത്രിയാണ് ഇയാൾ എന്നാണ്. 1949 മംഗളപത്രത്തിന് മറുപടി പറയുന്ന സമയത്ത് കേസരി അതേക്കുറിച്ച് പറയുന്നുണ്ട്. സരസനായൊരു യുവ സാഹിത്യകാരൻ എൻ്റെ വിമർശനത്തെ എന്നെ ഉണക്ക ശാസ്ത്രി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാചകം ഇതാണ്: എൻ്റെ ഉണക്ക ശാസ്ത്രിത്വത്തിനു പുറകിൽ വാസ്തവത്തിൽ ഒരു പച്ച സാധനമുണ്ട് എന്നാണ്. ആ പച്ച സാധനം മനുഷ്യവംശത്തോട് ആകമാനമുള്ള കരുതലാണ്. പിന്നീടാണ് അദ്ദേഹം ഇന്നലെ ഞാൻ ഉദ്ധരിച്ച ആ വാക്യം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിക്കൽ നോട്ട്സിൽ എഴുതുന്നത്: മനുഷ്യവംശത്തോട് ആകമാനമുള്ള സ്നേഹവും കരുതലും സ്നേഹശൂന്യതയായിട്ടാണ് പുറത്ത് പ്രത്യക്ഷപ്പെടുക എന്ന്. അതും കേസരിക്ക് അറിയുന്നൊരു കാര്യമാണ്. ടെൻഡർനെസ് ആൻഡ് അഫെക്ഷൻ ടുവേഴ്സ് ദ ഹ്യൂമാനിറ്റി ഇൻ ജനറൽ മേ അപ്പിയർ ആൻ ആബ്സെൻസ് ഓഫ് അഫെക്ഷനേറ്റ് ക്യാരക്ടർ. ഇങ്ങനെ തന്നിൽ തന്നെയുള്ള ഈ വൈരുദ്ധ്യത്തെ അദ്ദേഹം തിരിച്ചറിയുകയും കലയുടെ ഈ വൈരുദ്ധ്യത്തെ അദ്ദേഹം സൂക്ഷ്മമായിട്ട് നോക്കുകയും ചെയ്തു. അങ്ങനെ കലയെ ചരിത്രവൽക്കരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി പ്രസ്ഥാനം എന്നൊരാശയത്തെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നു. അത് നമ്മൾ കരുതുന്നത് പോലെ ഒരു പ്രസ്ഥാനമല്ല കേട്ടോ. അതായത് ഇന്ന് നമ്മൾ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്ന എല്ലാറ്റിനെയും കേസരി പ്രസ്ഥാനമായിട്ട് കണ്ടിട്ടില്ല. പ്രസ്ഥാനകൽപ്പന കേസരിയുടെ സവിശേഷമായൊരു രീതിയാണ്. രണ്ടാമത് അദ്ദേഹം സ്വീകരിച്ച ഒരു സമീപനം ബഹുവൈജ്ഞാനികത എന്നൊക്കെ നാം ഇന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഒരു കലാവസ്തുവോ കവിതയോ അല്ലെങ്കിൽ മറ്റെന്തുമോ നിലവിൽ വരുന്നത് ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ ബലത്തിലോ അതിൻ്റെ മാത്രം പ്രകാശനം എന്ന നിലയിലോ അല്ല, നിരവധി ഘടകങ്ങൾ കൂടിക്കലർന്ന ഒരു കൺവെർജൻസ് പോയിൻ്റാണ് ഒരു ആർട്ടിഫാക്റ്റ്, ഒരു കലാനിർമ്മിതി. അതൊരു കവിതയാകട്ടെ, ശില്പമാകട്ടെ, സംഗീത നാടകമാകട്ടെ, മറ്റുമെന്തുമാകട്ടെ. സോഷ്യോ ഹിസ്റ്റോറിക്കൽ കൺവെർജൻസ്, സാമൂഹികവും ചരിത്രപരവുമായ ഒരു സംയോഗസ്ഥാനമാണ് കലാവസ്തു. അതിനെ മനസ്സിലാക്കണമെങ്കിൽ അനവധി വിജ്ഞാനങ്ങളുടെ വഴിയിലൂടെ ആ ബിന്ദുവിലേക്ക് സഞ്ചരിക്കാനായിട്ട് നമുക്ക് കഴിയണം. അതല്ലാതെ അതിൽ നിന്ന് ഒരു ഘടകത്തെ തിരഞ്ഞെടുത്ത് അതിലൂടെ കലയെ മനസ്സിലാക്കാനുള്ള ശ്രമം കലയെ മനസ്സിലാക്കാൻ സഹായിക്കില്ല എന്നാണ് അദ്ദേഹം കരുതിയ രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു സമീപനായിട്ട് കേസരി അവതരിപ്പിച്ചത്, അദ്ദേഹം ഈ മംഗളപത്രത്തിനുള്ള മറുപടിയിൽ ആണ് ആ പേരിട്ട് വിളിച്ചത്. പക്ഷേ 10-30 വർഷം അദ്ദേഹം ഉപയോഗിച്ചത് ആ രീതിയാണ്. ഫങ്ഷണലിസം എന്ന് അദ്ദേഹം വിശദീകരിച്ച ഒരു തത്വമാണ്. ഫങ്ഷണലിസം എന്ന് പറഞ്ഞാൽ ലളിതമാണ്. ഒരു കലാവസ്തു എന്തിനു വേണ്ടിയാണോ ഉണ്ടാക്കുന്നത് ആ ലക്ഷ്യം നിറവേറ്റാൻ അത് പ്രാപ്തമാണോ എന്നാണ് വിമർശനത്തിൽ നാം പരിശോധിക്കേണ്ടത്, വിലയിരുത്തലിൽ പരിശോധിക്കേണ്ടത്. അല്ലാതെ എല്ലാറ്റിനും ബാധകമായ പൊതുമാനദണ്ഡമുണ്ട് എന്ന് കരുതരുത്. കേസരി അത് ഏറ്റവും നന്നായി ഉപയോഗിച്ചത് ഈ പുരോഗമന സാഹിത്യകാരന്മാർ തെറിയെഴുത്തുകാരാണ്, അശ്ലീൽ എഴുതുന്നവരാണ് എന്ന അക്കാലത്ത് വലിയ ആക്ഷേപമുണ്ട്. കാരണം ദേവും ബഷീറും ഒക്കെ സാമൂഹിക ദുരന്തങ്ങളെക്കുറിച്ച്, പട്ടിണിയെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, വേശ്യാവൃത്തിയെക്കുറിച്ച് ഒക്കെ എഴുതുന്നു. ഇതെല്ലാം അശ്ലീലാണ് എന്നാണ് അന്നുള്ള ആക്ഷേപം. അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് ആദ്യത്തെ ഒരു കഥാപുസ്തകം ഇറക്കുമ്പോൾ ആ പുസ്തകത്തിനിട്ട പേര് തന്നെ 5 ചീത്ത കഥകൾ എന്നാണ്. വർക്കിയും ദേവമൊക്കെ എഴുതിയ കഥകൾ. ഇവർ സ്വയം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അശ്ലീലമൊന്നുമല്ല എഴുതുന്നത്, സാമൂഹിക യാഥാർത്ഥ്യം എഴുതുന്നു, അത് അശ്ലീലമായി അനുഭവപ്പെടുന്നത് നിങ്ങൾക്കാണ്, അതാണ് സത്യം എന്ന മട്ടിലാണ് എഴുതിയത്. കേസരി പക്ഷേ അതിന് കൊടുത്ത വിശദീകരണം വേറൊന്നാണ്. കേസരി പറഞ്ഞത് പുരോഗമന സാഹിത്യം ഒരർത്ഥത്തിൽ തെറി എഴുതലാണ് എന്ന് മാത്രമല്ല, പുരോഗമന സാഹിത്യത്തിൻ്റെ ദൗത്യം തെറി എഴുതൽ തന്നെയാണ്. എന്തുകൊണ്ട്? പുരോഗമന സാഹിത്യം എന്ന് പറയുന്നത് സമുദായത്തെ സുഖിപ്പിക്കുന്ന സാഹിത്യമല്ല, രസിപ്പിക്കുന്ന സാഹിത്യമല്ല, അലോസരപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന സാഹിത്യമാണ്.
സമുദായ ജീർണത ചൂണ്ടിക്കാണിച്ച് സമുദായത്തിൻ്റെ സ്വസ്ഥ നിദ്രയിൽ നിന്ന് ആ സമുദായത്തെ ഞെട്ടിച്ചുണർത്തുക എന്നതാണ് പുരോഗമന സാഹിത്യത്തിൻ്റെ ദൗത്യം. അങ്ങനെ സമുദായത്തെ ഞെട്ടിക്കുകയാണ് നിങ്ങളുടെ സാഹിത്യത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ സാഹിത്യം അതിനുതകുന്ന രീതിയിൽ വേണം ആവിഷ്കരിക്കാൻ. ഒരാളെ ഞെട്ടിക്കാൻ ഏറ്റവും നല്ലത് തെറി പറയലാണ്. അതുകൊണ്ട് പുരോഗമന സാഹിത്യം അതിൻ്റെ ലാർജർ സെൻസിൽ തെറി പറയുക തന്നെയാണ് വേണ്ടത്. അതിലൊരു തകരാറുമില്ല എന്നാണ് കേസരി കൊണ്ടുവന്ന തത്വം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കെട്ടിടം പണിയുമ്പോൾ അതിൻ്റെ ഫങ്ഷണലിസം എന്താണെന്ന് വെച്ചാൽ വേണ്ടത്ര കാറ്റും വെളിച്ചവും കടക്കുന്ന മട്ടിൽ അതിൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ വിന്യസിക്കുക, വേണ്ടത്ര പ്രകാശമുള്ള ഒന്നായി അത് പണിതീർക്കുക എന്നാണ് വാസ്തുശില്പത്തിൻ്റെ ഫങ്ഷണലിസം. അപ്പോൾ ഒരു സാധനം നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതിൻ്റെ താത്വികമായ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഒരു കലാവസ്തു എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഒരു സവിശേഷ സന്ദർഭത്തിൽ ഉണ്ടാകുന്നതും ചില സവിശേഷ ദൗത്യങ്ങളോടെ നിലവിൽ വരുന്നതും ആണ്. നമ്മുടെ കലാസങ്കല്പം പക്ഷേ ഈ ഘടകത്തെ പരിഗണിക്കില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ കലാചരിത്രം കേസരി വളരെ കൂടുതൽ പരിഗണിച്ചൊരു കാര്യമാണ്. നമ്മളിന്ന് കലാചരിത്രം എടുത്താൽ ഗുഹാചിത്രങ്ങൾ, എടയ്ക്കലിലെ ഗുഹാചിത്രങ്ങൾ, ഭീംബേട്കയിലെ ഗുഹാചിത്രങ്ങൾ, അല്ലെങ്കിൽ അൾത്താമറയിലെയും മറ്റും ഗുഹാചിത്രങ്ങൾ, അവിടെ നിന്ന് തുടങ്ങി 20-ാം നൂറ്റാണ്ട് വരെയുള്ള എല്ലാ രചനകളെയും ചേർത്താണ് ചിത്രകലയുടെ ചരിത്രം എന്ന് പറയുക. അതിനിടയിൽ ധൂളി ചിത്രങ്ങൾ വരും, മുഖത്തെഴുത്ത് വരും, അമ്പലച്ചുമരിലെ ചിത്രങ്ങൾ വരും, റത്താഴ ചിത്രങ്ങൾ വരും, ക്യാൻവാസിലെ ചിത്രങ്ങൾ വരും. നീർച്ചായം എന്ന് കേസരി വിളിക്കുന്ന, കേസരി ജലച്ചായത്തിന് കൊടുത്ത നല്ലൊരു പേരാണ്. നീർച്ചായം എന്നാണ് കേസരി ഉപയോഗിക്കുക, ജലച്ചായം എന്ന് അദ്ദേഹം എഴുതുന്നില്ല. ആ ചിത്രങ്ങൾ വരും, ഇതെല്ലാം വരും. ഇവിടെ ഉള്ളൊരു ഒരു ഗൗരവമുള്ള ചോദ്യം എന്താ വെച്ചാൽ, എന്തിനാണ് ഗുഹാഭിത്തിയിൽ പ്രാചീന മനുഷ്യർ പടം വരച്ചത്? അതിനെ ചിത്രമെന്ന് നാം ഇന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രാചീന മനുഷ്യർ 30,000-ഓ 50,000-ഓ അല്ലെങ്കിൽ 8,000-ഓ വർഷം മുമ്പ് ഗുഹാഭിത്തിയിൽ വരയ്ക്കുന്നത് നാം ഇന്ന് വരയ്ക്കുന്ന അർത്ഥത്തിൽ ചിത്രം വരയ്ക്കാനല്ല. ഒന്നുകിൽ ഒരു വേട്ടയുടെ പ്രീ പ്ലാനിങ് ആണ്, അല്ലെങ്കിൽ മന്ത്രവാദപരമായി തങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ മാന്ത്രികമായി കീഴടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ, നമ്മൾ ഇന്ന് ചിത്രം എന്ന് കരുതുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു ഫങ്ഷനാണ് ഈ ഗുഹാഭിത്തിയിലെ വരയ്ക്കുള്ളത്. അത് ചിത്രപരമായ ഒന്നല്ല, ഞാൻ പറഞ്ഞ എസ്തെറ്റിക് അല്ല. നമ്മളിന്ന് കാണുന്ന എസ്തെറ്റിക്കായ ഒരു അംശവും അല്ല അതിൻ്റെ താല്പര്യം. ഇതല്ല കളമെഴുത്തിലുള്ളത്, ഇതല്ല അമ്പലച്ചുമരിലുള്ളത്, ഇതല്ല ക്യാൻവാസിലുള്ളത്, ഇതല്ല ഇൻസ്റ്റലേഷനിലുള്ളത്. ഓരോ പ്രകരണത്തിലും കലാവസ്തുവിൻ്റെ ധർമ്മം ഓരോന്നാണ്. പക്ഷെ നമ്മളിതിനെ കലയാക്കുമ്പോൾ ഈ സവിശേഷമായ മുഹൂർത്തത്തെ കലയിൽ നിന്ന് എടുത്തു മാറ്റുകയും ചിത്രത്തെ വരകളും നിറങ്ങളും രൂപനിർമ്മാണവും എന്ന കേവല തത്വത്തിലേക്ക് ചുരുക്കുകയും ചെയ്യും. വരകളും നിറങ്ങളും ഉപയോഗിച്ച് രൂപനിർമ്മാണം നടത്തുന്നതാണ് ചിത്രം എന്ന് സങ്കല്പിച്ചാൽ മാത്രമാണ്, അഥവാ ചിത്രത്തിൻ്റെ മൂർത്ത ജീവിതത്തിൽ നിന്ന് ഒരമൂർത്ത വസ്തുവായി ചിത്രത്തെ പറിച്ചു മാറ്റിയാൽ മാത്രമാണ് 8000 കൊല്ലം മുമ്പുള്ള ഒരു ഗുഹാഭിത്തിയിലെ വരയിൽ നിന്ന് രവിവർമ്മയിലേക്കോ KCS പണിക്കരിലേക്കോ ഇപ്പോൾ ഉള്ള ചിത്രകലയിലേക്കോ നമുക്കൊരു രേഖ നേർവര വരയ്ക്കാൻ പറ്റും. അങ്ങനെ വരച്ചുണ്ടാക്കുന്ന ചരിത്രത്തിൻ്റെ പേരാണ് കലാചരിത്രം. അപ്പം കേസരി ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വരയ്ക്കുന്ന വരയിൽ വാസ്തവത്തിൽ നിങ്ങൾ വിട്ടുകളയുന്ന ഒരു ഘടകമുണ്ട്, അതതിൻ്റെ ഫങ്ഷനാണ്. ഈ ഫങ്ഷനാണ് അതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയുടെ ആധാരം. അതുകൊണ്ട് ഈ ഫങ്ഷനിലേക്ക് കലയെ കൊണ്ടുപോകണം. ഫങ്ഷനിലേക്ക് കലയെ കൊണ്ടുപോയപ്പോഴാണ് എഴുത്തച്ഛനെ തേവർ വാഴ്ത്തിയെന്നും നമ്പ്യാരെ തേവർ വീഴ്ത്തിയെന്നും കേസരി വിളിച്ചത്. കാരണം ഫങ്ഷൻ മാറുന്നു. അതുകൊണ്ട് കേസരിയുടെ കലാനിരൂപണത്തിൻ്റെ സാഹിത്യ വിമർശനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആഴമേറിയ ചരിത്രവൽക്കരണമാണ്. ഈ ചരിത്രവൽക്കരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉപാധികളായിട്ട് ഒന്നാമതായി അദ്ദേഹം പ്രസ്ഥാനത്തെ കണ്ടു, രണ്ടാമതായി അദ്ദേഹം അതിൻ്റെ ബഹുവൈജ്ഞാനിക ജീവിതത്തെ കണ്ടു, മൂന്നാമത് ഫങ്ഷണലിസം എന്ന തത്വത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. പ്രസ്ഥാനം എന്നതുകൊണ്ട് കേസരി വേറൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുന്നൊരു വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്: ചരിത്രപരമായി രൂപപ്പെട്ടു വരുന്ന മനുഷ്യാനുഭവങ്ങളെ വ്യവസ്ഥപ്പെടുത്തലാണ് പ്രസ്ഥാനം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ മഹാകാവ്യ പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമല്ല, അതേസമയം റിയലിസം ഒരു പ്രസ്ഥാനമാണ്. കാരണം റിയലിസം ഒരു പുതിയ സെൻസിബിലിറ്റിയെ,
ജീവിത പരിണാമങ്ങളുടെ ഭാഗമായി മനുഷ്യർ സവിശേഷമായ പുതിയ ലോകബോധ്യങ്ങളിലേക്ക് എത്തിപ്പെടും. അങ്ങനെ പുതിയ ലോകബോധ്യങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അതിന് രൂപം നൽകുന്നവരാണ് പ്രസ്ഥാന നായകർ. അതുകൊണ്ട് അവരെ മഹാകവികൾ എന്ന് കേസരി വിളിക്കുന്നു. കേസരി മഹാകവി എന്ന് വിളിക്കുന്നത് പ്രസ്ഥാനങ്ങൾക്ക് ജന്മം നൽകുന്നവരാണ്, ഭാവപരമായ മഹാവിപ്ലവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവരാണ് പ്രസ്ഥാന നായകന്മാർ. അവരെ പ്രസ്ഥാനം ആയിട്ട് അതിനെ പ്രസ്ഥാനമായിട്ട് കാണേണ്ടതുള്ളൂ. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പച്ച മലയാള പ്രസ്ഥാനം, രാജരാജവർമ്മ പ്രസ്ഥാനം, കേരളവർമ്മ പ്രസ്ഥാനം, അല്ലെങ്കിൽ മഹാകാവ്യ പ്രസ്ഥാനം എന്നെല്ലാം പറയുന്നത് പ്രസ്ഥാനങ്ങളല്ല, അവ സാങ്കേതികമായ ഉപപ്രസ്ഥാനങ്ങളാണ്. മറിച്ച് റൊമാൻറ്റിസിസം ഒരു പ്രസ്ഥാനമാണ്. കാരണം റൊമാൻറ്റിസിസം മനുഷ്യാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ ഒരു ബോധ്യം കൊണ്ടുവരുന്നു. മനുഷ്യൻ്റെ കഴിവുകൾക്ക് അതിരില്ല എന്ന ബോധ്യം വരുന്നു. വർത്തമാനകാലത്തോട് വിമുഖമായി ഭൂതകാലത്തിൻ്റെയും വിദൂര ലോകങ്ങളുടെയും അഭൗമമായ ഭംഗിയിലേക്ക് അത് സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ കവി സ്വയം ഒരു രക്തസാക്ഷിത്വത്തിൻ്റെ പരിവേഷം ഏറ്റെടുത്ത് ലോകയാതനകൾക്ക് നടുവിൽ ബലിയായിത്തീരുന്ന ഒരാളാണ് താൻ, ഈ ലോകത്തിൻ്റെ മഹാദുഃഖങ്ങളെ മുഴുവൻ താനായി താങ്ങുന്നു എന്ന ബോധ്യത്തിലേക്ക് കവി മാറുന്നു. ഇങ്ങനെ പുതിയ ഒരു ആത്മബോധത്തിൻ്റെ പ്രകാശന സ്ഥാനമാണ് റൊമാൻറ്റിസിസം. അതുകൊണ്ട് അതൊരു പ്രസ്ഥാനമാണ്. ഇങ്ങനെ ഭാവുകത്വപരമായ പരിവർത്തനങ്ങൾ, ഈ ഭാവുകത്വപരമായ പരിവർത്തനങ്ങൾ ആരുടെയെങ്കിലും ചിലരുടെ തലയിൽ ഉദിക്കുന്ന പുതിയ ബോധ്യങ്ങളല്ല, മറിച്ച് ഒരു കാലത്തിൻ്റെ മഹാവിച്ഛേദമാണ് ഈ ഭാവുകത്വ പരിവർത്തനത്തിന് കാരണമാകുന്നത്. അതിനെ പ്രകാശിപ്പിക്കുന്നവരാണ് മഹാകവികൾ, പ്രസ്ഥാന നായകർ. മറ്റുള്ളതൊക്കെ സാങ്കേതികമായ ഉപപ്രസ്ഥാനമാണ്. അതുകൊണ്ട് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പച്ച മലയാള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അതൊരു ഉപപ്രസ്ഥാനമാണ്. പക്ഷേ തകഴി ശിവശങ്കരപ്പിള്ള റിയലിസം എന്ന് പറയുമ്പോൾ അതൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തകഴി ഒരു മഹാകവിയും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഒരു ചെറുകവിയുമാണ് കേസരിക്ക്. കേസരി ബഷീറിനെയും തകഴിയെയും ഒക്കെ മഹാകവി എന്ന് വിളിക്കുന്നു, ആശാന മഹാകവി എന്ന് വിളിക്കുന്നു. അതേസമയം കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെ, ഉള്ളൂരിനെയൊക്കെ അദ്ദേഹം സാങ്കേതിക സ്വഭാവമുള്ള ചെറുകവികളായിട്ട് കാണുകയും ചെയ്യുന്നു. ഇങ്ങനെ കവിത്വ സങ്കല്പത്തെയും പ്രസ്ഥാന സങ്കല്പത്തെയും ആകമാനം പൊളിച്ചു പണിയുന്ന ഒന്നാണ് കേസരിയുടെ പ്രസ്ഥാന ഭാവന. കേസരി ഭാവം പ്രസ്ഥാനത്തെ വിശദീകരിക്കാൻ കേസരി കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്: സമൂഹത്തിൽ മാറി മാറി വരുന്ന വീക്ഷണകോടികൾക്കനുസരിച്ച് സാഹിത്യകാരന്മാരിലും കലാകാരന്മാരിലുമൊക്കെ ജനിക്കുന്ന വീക്ഷണഗതിയാണ് ഭാവം. ഇത് തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കണം. സമൂഹത്തിൻ്റെ വിപുലമായ ഘടനയിൽ വരുന്ന മാറ്റം, കലാകാര ബോധ്യത്തിലുണ്ടാകുന്ന പരിവർത്തനത്തിനാണ് ഭാവം എന്ന് വിളിക്കുന്നത്. ഭാവത്തെ ആശ്രയിച്ചുള്ള മാറ്റമാണ് കലയിലെ പ്രസ്ഥാനം. രൂപത്തെയും സങ്കേതത്തെയും മുൻനിർത്തുന്ന മാറ്റത്തെ അദ്ദേഹം ഉപപ്രസ്ഥാനം ആയിട്ട് കാണുന്നുള്ളൂ. അപ്പം അദ്ദേഹം പറയുന്നത് ബൂർഷ്വാ വ്യക്തിവാദം, ആ ബൂർഷ്വാ വ്യക്തിവാദമാണ് റൊമാൻറ്റിസിസത്തിൻ്റെ അടിസ്ഥാനം. എന്താ ബൂർഷ്വാ വ്യക്തിവാദം? മനുഷ്യരുടെ കഴിവുകൾക്ക് അതിരില്ല. മാൻ ഈസ് ബോൺ ഫ്രീ എവരിവെയർ ബട്ട് ഹീ ഈസ് ഇൻ ചെയിൻസ് എന്ന് റൂസോ പറയും. മനുഷ്യൻ്റെ കഴിവുകൾ അപരിമേയമാണ്. ഈ അപരിമേയമായ മാനുഷിക ശേഷികളെ സമുദായം ചങ്ങലക്കിടുന്നു. അതുകൊണ്ട് ഈ ചങ്ങല പൊട്ടിക്കലാണ് പ്രധാനം. ഇത് ദൈവം നിലംപൊത്തിയതിന് ശേഷം ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യജീവിതം എന്ന സങ്കല്പത്തിനെതിരെ മാനുഷിക ശേഷിയുടെ പരമാവധിയിൽ വിശ്വാസമർപ്പിച്ച ഒരു കാലത്തിൻ്റെ ആവിഷ്കാരമാണ്. ഇതാണ് റൊമാൻറ്റിസിസമായിത്തീരുന്നത്. ആ റൊമാൻറ്റിസിസത്തിൻ്റെ സവിശേഷമായ മൂർച്ചയിലാണ് ഏറ്റവും കീഴ്സ്ഥായിയിലുള്ളൊരു ശബ്ദത്തിൽ നിന്ന് അത്യുച്ച സ്ഥായിയിലേക്ക് എല്ലാ ക്രമങ്ങൾക്കും കുറുകെ ബിഥോവൻ്റെ സിംഫണിയിൽ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നത് എന്ന് കേസരി എഴുതുന്നുണ്ട്. അത് മനോഹരമായൊരു നിരീക്ഷണമാണ്. കാരണം ബാക്കടക്കമുള്ള ആളുകൾ സംഗീതത്തിൻ്റെ ആരോഹണക്രമത്തെ പടിപടിയായും വ്യവസ്ഥാപിതമായും തങ്ങളുടെ സംഗീത ശില്പത്തിൽ നിർവഹിക്കുന്ന സമയത്ത് ബിഥോവൻ ഏറ്റവും താഴ്സ്തുതിയിലുള്ള, നിങ്ങൾ ചെവിയോർത്താൽ പോലും കേൾക്കാത്ത അത്ര സ്ഥായിയിലുള്ള ഒരു ശബ്ദത്തിൽ നിന്ന് അത്യുച്ഛമായ പ്രചണ്ഡമായൊരു ശബ്ദത്തിലേക്ക് ഒരൊറ്റ നിമിഷം കൊണ്ട് കുതിച്ചു കയറുന്നു. അത് മനുഷ്യൻ്റെ ഈ സവിശേഷമായ പുതിയ സർഗബോധത്തെ, മനുഷ്യൻ്റെ അപരിമേയമായ ശേഷി എന്ന ബൂർഷ്വാ വ്യക്തിബോധത്തിൻ്റെ സംഗീതപരമായൊരാവിഷ്കാരമാണ്. ഇങ്ങനെ ഒരു കലാവസ്തുവിൻ്റെ ഉള്ളിലെ സാങ്കേതിക ഘടകത്തിൽ സന്നിഹിതമായിരിക്കുന്ന ചരിത്രബന്ധത്തെയാണ് കേസരി തേടിപ്പോയത്.
അതാണ് കേസരിയുടെ ചരിത്രാന്വേഷണത്തിൻ്റെ പ്രത്യേകത. കേസരി ചരിത്രം കണ്ടെത്തിയത് മുഴുവൻ രൂപസംവിധാനത്തിൽ നിന്നാണ്. പക്ഷേ ചരിത്രത്തിൻ്റെ മഹാബലങ്ങളാണ് ഈ രൂപസംവിധാനത്തെ മാറ്റുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ കഴിവുകൾക്ക് അതിരില്ല എന്ന അപരിമേയമായ ചരിത്രം ഒരു ഭാവന അത് ബൂർഷ്വാ വ്യക്തിവാദമായി തീരുന്നു. ആ ബൂർഷ്വാ വ്യക്തിവാദമാണ് റൊമാൻറ്റിസിസത്തിൻ്റെ അടിസ്ഥാനമെന്നും എന്നാൽ മനുഷ്യൻ്റെ കഴിവുകൾ വളരെ പരിമിതമാണ്, ശക്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ്